ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ് നമ്മൾ രാവിലെ എണീച്ചപ്പോഴാണ് നമ്മൾ ഷിൻചാനുകളാണ്. ആ ഷിൻചാനെ വാടാ, നീ വന്ന് വണ്ടി കയറി. എന്തായാലും ഞാൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നിന്നെ കൊണ്ടാകാം. നീ ഒറ്റയ്ക്കൊന്നും നടന്നു പോകണ്ട. പിഞ്ചാനുള്ളപ്പോൾ നീ ഒറ്റയ്ക്ക് പൊയ്ക്കോണേ. എന്നും ഇതൊരു ശീലമാക്കല്ലോ. ശരി ഫ്രാങ്ക്, ഞാൻ വണ്ടി കയറിട്ടുണ്ട്. ഫ്രാങ്ക് വണ്ടി വിട്ടോ. ഗൈസ് ആണെങ്കിൽ ഷിൻചാനുകളിലൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് ഇവൻ്റെ ട്യൂഷൻ സെൻറ്ററിലും കാര്യങ്ങൾ കൊണ്ടാക്കാം. ഇവനെ ഞാനൊരു വലിയൊരു ട്യൂഷൻ സെൻറ്ററിലും കാര്യങ്ങളാണ് കൊണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ ഇവൻ്റെ സ്കൂളൊക്കെ തുറക്കുന്നതെന്ന് വെച്ചാൽ ജൂൺ 2-ാണ്. അതിന് പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഇവനെ ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടട്ടെ. അവനെങ്കിലും പഠിച്ച് വലുതാവട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇവനെ നമുക്ക് ട്യൂഷൻ ഉണ്ടാക്കാം ഗൈസ്. അങ്ങനെയാണെങ്കിൽ അവനെ ട്യൂഷൻ സെൻറ്ററിലും കാര്യങ്ങളൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അവനാണെങ്കിൽ പഠിക്കാൻ നിൽക്കുന്ന നല്ല രീതിയിൽ പഠിക്കാനുള്ള താല്പര്യമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ദിവസത്തേക്ക് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാനൊന്നും വയ്യ. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ ഇന്നൊരു കറങ്ങാനും കാര്യങ്ങൾ പോകണം. നമ്മൾ ജോണുമായിട്ട് നമുക്ക് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ബീച്ചിലും കാര്യങ്ങളൊന്ന് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് നമ്മൾ ബീച്ചിലും കാര്യങ്ങൾ പോകണം. അതിന് മുമ്പേ ഗൈസ് നമ്മളെ ബൈക്കും കാര്യങ്ങളും എടുത്തുകൊണ്ട് പോകണം ഗൈസ്. നമ്മളെ ഷോറൂമിൽ ഇരിക്കുകയാണ് ഗൈസ് നമ്മളെ ബൈക്ക്. അതിന് മുമ്പേ ഗൈസ് നമ്മളെ ഷോറൂമിൽ പോയി ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങനെ ഷോറൂമിൽ പോയി ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് കാര്യം പോവാം. ഇതിനകത്തല്ല ഗൈസ് നമ്മൾ കറങ്ങാൻ പോകുന്നത്. നമ്മളെ KTM-ലാണ്. ഇതിനകത്ത് പോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഒരാൾക്കേ പോകാനും കാര്യങ്ങളും പറ്റത്തുള്ളൂ. KTM ആകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ പോകാം. ജോണും എനിക്കും കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ്. ആണെങ്കിൽ റോഡിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നേരെ വെച്ച് പിടിക്കാം. ഇതിലേ പോകണ്ട. നമുക്ക് റൂളെല്ലാം കൂടെ പാലിച്ചുകൊണ്ട് പോവാം. ഇന്ന് മുതൽ നല്ല രീതിക്ക് റൂളിൽ പോകണം. കഴിഞ്ഞോട്ടൊക്കെ നമ്മൾ ഇതിലെയാണ് ഗൈസ് പോകുന്നത്. ഗൈസ് എന്തായാലും ഗൈസ് നമ്മൾ ജോണിൻ്റെ വീട്ടിലോട്ട് നമ്മൾ കത്തിച്ച് വിടുന്നുണ്ട്. എൻ്റെ പൊന്നെ ഇടിച്ചിടിച്ച് എന്താടാ കണ്ടുകൂടാ. എനിക്ക് രാവിലെ ഓരോരുത്തരന്മാരും ഇറങ്ങിയേക്കും. സോറി ചേട്ടാ, ഞാൻ ഗ്ലാസ് വെച്ചേക്കുന്ന കണ്ടില്ല. എനിക്ക് ചെറുതായിട്ട് കണ്ണിന് കാഴ്ച കുറവുണ്ട് ചേട്ടാ. ആളെങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അയാൾക്ക് നമ്മളെ കണ്ണാടി ഇരിക്കുന്ന അയാൾക്ക് കണ്ടുകൂടാ ഗൈസ്. എൻ്റെ കണ്ണാണെങ്കിൽ ഇച്ചിരി കാഴ്ച കുറവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണാടി വെച്ചേക്കുന്നത്. അതും കാണാൻ വയ്യെങ്കിൽ അയാൾക്കാണ് കണ്ണു പൊട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. എന്തായാലും ഗൈസ് അതൊക്കെ വിടാൻ ഗൈസ്. എന്തായാലും ഗൈസ് നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഒതുക്കി വെക്കാം ഗൈസ്. എൻ്റെ KTM അവിടെ പോയി ഗൈസ്. ഇവിടെ ഒന്നും കാണുന്നില്ല നമ്മളെ KTM ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ മോനെ ഇവനാണെങ്കിൽ വെളിയിൽ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നത് ഗൈസ് KTM. അതിനകത്താണെങ്കിൽ താക്കോലിട്ട് വെച്ചേക്കുന്നത് ഗൈസ്. ഇവൻ്റെ ഇടയിലാണെങ്കിൽ ഒന്നും സൂക്ഷിക്കാൻ കൊടുക്കാൻ കൊള്ളൂല ഗൈസ്. ജോണിൻ്റെ അതിൽ ഒരു സാധനം സൂക്ഷിക്കാൻ കൊള്ളത്തില്ല. അവനിവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ്റെ കാറൊന്നും കാണുന്നില്ല. ഫോർച്യൂണറാണ് ഞാൻ മേടിച്ചെടുത്തത്. അവന് അതൊന്നും കാണുന്നില്ല. അവൻ എവിടെയെങ്കിലും കൊണ്ടിട്ടേക്കായിരിക്കും ഗൈസ് നമ്മളെ ഫോർച്യൂണർ. എന്താണെന്നും അറിയാൻ വയ്യ. അവൻ വേറെ എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും ഗൈസ് നമ്മൾ ബൈക്കും കാറിൽ വിട്ട് ഇരിക്കട്ടെ ഗൈസ്. അവനെ നമുക്കൊന്ന് വിളിച്ചു നോക്കണം ഗൈസ്. ഫോണിൽ വിളിച്ചു നോക്കാം. ഇവിടെ അവൻ്റെ കാർ കാണാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം കാര്യങ്ങളുണ്ട് ഇവൻ ഇവിടെ ഉണ്ടോ എന്ന്. എന്തായാലും ഗൈസ് നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. നമ്മൾ ഫോണൊന്ന് എടുക്കാം. അപ്പം നമുക്ക് വിളിച്ചു നോക്കാം. ഹലോടാ ജോണേ, നീ ഇവിടെ ഇല്ലടാ? ഞാനാണെങ്കിൽ അവിടെ ഇല്ലടാ. ഞാനാണെങ്കിൽ ഇപ്പൊ ബീച്ചിലോട്ട് പോവുകയാടാ നടന്ന്. എടാ ജോണ, ഞാനാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ് ഗൈസ്. അവനാണെങ്കിൽ ഇവിടെ ഇല്ലെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. അവനാണെങ്കിൽ പെട്രോൾ പമ്പിൻ്റെ വഴി നടന്നു പോവുകയാണെന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഗൈസ് നമുക്കാണെങ്കിൽ KTM-ലും പോവാം ഗൈസ്. എന്തായാലും ഇവൻ്റെ കാർ അവിടെ പോയി കാണും ഗൈസ്. വല്ലയിടത്തും കൊണ്ട് വിറ്റോന്ന് എനിക്ക് അറിയാൻ വയ്യ. മറിച്ച് വിറ്റ് കാണും. അവനിത് ഇച്ചിരി ശീലമുണ്ട് മറിച്ച് വിൽക്കുന്നത്. എന്തായാലും അവൻ ഒരു ലോക്കോ പൈലറ്റ് ആയ സ്ഥിതിക്ക് അങ്ങനെ മറിച്ചൊന്നും വിറ്റ് കാണത്തില്ല ഗൈസ്. ഗൈസാണെങ്കിൽ നമ്മളെ ബൈക്കും കാര്യങ്ങളും എടുത്ത് ഞാൻ പറക്കുകയാണ് ഗൈസ്. ഇതിനാണെങ്കിൽ ഫുള്ള് പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പാവം. എന്തായാലും പെട്രോൾ അടിച്ചപ്പോൾ കാറെടുത്ത് വിറ്റതാണോ എന്ന് എനിക്കുള്ള സംശയമുണ്ട്. അവൻ അങ്ങനെ കാണിക്കും. ഇതുകൊണ്ട് പോകുന്നത് ഇവിടെ എത്തിയതേ ഉള്ളൂ ഗൈസ്. ഇവന് ഇത്രയും നടന്നിട്ട് എന്തായാലും ഇവിടെ എത്തിയതേ ഉള്ളൂ. എന്തായാലും എൻ്റെ അടുത്ത് കയറാൻ പറയാടാ ജോണേടാ. ഞാൻ വന്നടാ, കയറാൻ വണ്ടിയിൽ. എടാ ഫ്രാങ്കിള്, നീ ഇവിടെ വന്നാ? എന്തായാലും ഞാൻ കേറാടാ. നിക്കടാ അവിടെ നിർത്തിയിട്ടേക്ക്. ശരിയടാ, വിട്ടോ വണ്ടി. ഇന്നൊന്നും എനിക്ക് ഡ്യൂട്ടി ഒന്നും ഇല്ലടാ. ഇല്ലടാ, ഇന്നാണെങ്കിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലടാ. എന്താ ഇല്ലാത്ത? എനിക്ക് ഞാൻ വയ്യെന്ന് പറഞ്ഞിടാ. അതോടാ ഞാൻ ഡ്യൂട്ടിക്ക് പോവാ. എനിക്ക് വേറെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ, പിന്നെന്തിനാ നീ ലീവ് എടുത്ത്? എനിക്ക് വലിയ പേടിയാണെന്ന് എനിക്കറിയാല്ലേടാ. എനിക്കാണെങ്കിൽ പിന്നെ ആ പ്ലെയിനിൽ നിന്ന് വല്ലതും മറിഞ്ഞ് വീണാ മരിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് ഇന്നീ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഫ്രാങ്കുള്ളി? എടാ ഇങ്ങനെ പേടിക്കുകയാണെങ്കിൽ ജീവിക്കാനൊന്നും പറ്റത്തില്ലടാ ജോണേ. അതൊക്കെ പോട്ടറാ. പിന്നെ നിനക്ക് സുഖം തന്നെ. വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെടാ ജോണേ, ഞാനൊരു കാര്യം വിട്ടുപോടാ. ഞാൻ മേടിച്ചു തന്ന ഫോർച്യൂണർ എന്തേ? അത് പിന്നെ ചെറിയൊരു പൈസക്ക് അത്യാവശ്യം വന്നപ്പോ ഞാനത് മറിച്ച് വിട്ടോ. രാവിലെ ജോലിക്ക് പോകുന്നവരാണോ ഇതൊക്കെ മറിച്ച് വിൽക്കുന്നത്? എന്തുവാടാ ജോണേ? അത് അത്രയ്ക്ക് കടബാധ്യസ്ഥ ആയതുകൊണ്ടാടാ. സോറിടാ, നീ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. വിഷമിക്കാൻ വേണ്ടിയല്ലടാ പറഞ്ഞത്. അതൊക്കെ പോട്ടറാ. പിന്നെ നിനക്ക് സുഖം തന്നെ? എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലടാ. ഇങ്ങനെ സുഖ ജീവിതം തന്നെടാ. പിന്നെ നിന്റെ പിഞ്ചാന എന്താണ്ടൊക്കെ ഒരുത്തന്മാരുണ്ടായിരുന്നില്ല, അവന്മാർക്ക് എന്തായി? അത് പഞ്ചാനും പിഞ്ചാനും ഒന്നുമല്ലടാ. അത് ഷിൻചാനും പിഞ്ചാനോടാ.
അവന്മാര് പപ്പയൊക്കെ വിളിക്കാനുണ്ടോ? ഇനി അവന്മാരെന്നാ ഇനി അവന്മാരെ നാട്ടിൽ പോകുന്നത്? അവന്മാർ ഉടനെ പോകൂടാ. പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല. നമ്മള് അങ്ങനെ ബീച്ച് എത്തിയല്ലോടാ. ആടാ ബീച്ചിലൊക്കെ എത്തി. അടിപൊളി ബീച്ചാണല്ലേ. കുറെ തെങ്ങുകളൊക്കെ ഇപ്പൊ ഉണ്ടല്ലേ. ബീച്ച് അങ്ങ് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി വ്യൂയിങ് കാണാൻ തന്നെടാ. ഇവിടെ നിന്ന് ഈ 5-6 ഫോട്ടോകളൊക്കെ എടുത്തു തരാടാ. ഇത് ഫോട്ടോ ഒന്നും വേണ്ട. ഈ ബീച്ചിനകത്തൊന്നും എനിക്ക് നീന്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടോ. നീ പോയി നീന്തിക്കോ, ഞാനിവിടെ വല്ലതും നിർത്താം. കടലിൽ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് കേട്ടാടാ. അല്ലെങ്കിൽ വേണ്ട, നീന്തൊന്നും വേണ്ട. കടലിലെല്ലാം മുങ്ങിപ്പോയാലോ ഇവിടെ എല്ലാം വന്ന് കാല് നനച്ചിട്ട് പോവാടാ. അടാ ഞാൻ എന്തായാലും കടലിലൊക്കെ ഒന്ന് ഇറങ്ങി നീന്താന്ന് വിചാരിച്ച്. നീ വരണ്ട, ഞാനിവിടെ ഒന്ന് നീന്തിട്ട് വരാം. എൻ്റെ പൊന്നും അടിപൊളി തണുപ്പ് കാലം ഉണ്ടോ? എന്തായാലും ഞാനിവിടെ വരാടാ. നീ പറഞ്ഞെടുക്ക നല്ല തണുപ്പ് കാലം ഉണ്ടോ? ആണെങ്കിൽ നല്ല തണുപ്പ് കാലം ഉണ്ട് വെള്ളത്തിനാണെങ്കിൽ. ഞാനാണെങ്കിൽ 5-6 വട്ടം നീന്താം. ഇവനാണെങ്കിൽ പേടിയാണ്. എന്തായാലും ഇവിടെ നിന്ന് അവൻ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവനാണെങ്കിൽ നീന്താൻ പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന് നീന്താൻ അറിഞ്ഞൂടാ. അവിടെ പോടാ. ഞാനാണെങ്കിൽ ലോക്കോ പൈലറ്റ് അപ്ലൈ ഇല്ല. അപ്പൊ ഞങ്ങൾക്ക് നീന്തലിന് പരിശീലനമൊക്കെ ഉണ്ട്. വല്ല കടലിൽ മുങ്ങിപ്പോവുകയാണെങ്കിൽ നീന്താനുള്ള പരിശീലനമൊക്കെ ഉണ്ട്. എടാ ഫ്രാങ്കളിൽ ഇന്നത് രക്ഷിക്ക്. ഞാൻ മുങ്ങിപ്പോടാ. ഫ്രാങ്കളിലെ ഇന്നത് രക്ഷിക്ക്. ബൈക്ക് എടുത്തോണ്ട് വാടാ ഫ്രാങ്കളിൽ. വലിയ നീന്താൻ അറിയാവുന്ന ആളെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പം കടലിൽ മുങ്ങി കിടക്കുന്നു കേസ്. എന്തായാലും കേസ് നമുക്ക് പോയി രക്ഷിക്കാം. അവൻ അത്രയ്ക്ക് ശ്വാസമുട്ടുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവനെ പോയി രക്ഷിക്കിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് രക്ഷിച്ചിട്ട് കാണാം ഗൈസ്. ഫൈനലി ഗൈസ് ഞാൻ അവനെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫ്രാങ്കളിലെ ഞാൻ ബൈക്ക് ഓട്ടിക്കാടാ. എന്നാ നീ ഓട്ടിക്കുന്നെങ്കിൽ ഓട്ടിക്ക്. ഞാൻ ഓട്ടിക്കുകയാണേ. നീ ഇങ്ങോട്ട് ബാക്കിലോട്ട് വരിക. എന്റെ കൈ പിടിച്ച് ഓട്ടിക്കൂ. എനിക്ക് ഫ്രാങ്കളില് ബൈക്ക് ഓട്ടിക്കാൻ വലുതായിട്ട് അറിഞ്ഞൂട്ടെ. ഒരു കാര്യം ചോദിക്കുന്നതിൽ ഒരു വിരോധം കാണല്ലോ. ഇതിന്റെ ബ്രേക്ക് എന്ത് ചെയ്യടാ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട്? ആ ബ്രേക്ക് എന്ന് ചോദിച്ചാൽ നമ്മളെ വലത്തെ സൈഡിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മളെ ബൈക്കും കാളും ഓടിക്കുന്നത് വെച്ചാൽ നമ്മളെ ജോണും കാളും ആണ് ഇപ്പൊ നമ്മളെ ബൈക്കും കാളും ഓടിക്കുന്നത്. അവന് ഭയങ്കര സ്കിഡും കാളും ആണ്. ഇപ്പം വേണമെങ്കിൽ നമ്മൾ അടിച്ച് വീരും. അപ്പം ഞാനാണെങ്കിൽ പയ്യെ നിരങ്ങി ഞാൻ പിറകിലോട്ട് പോവുകയാണ്. അവനാണിപ്പോൾ ബൈക്ക് ഓടിക്കുന്നത്. അവന് വലുതായിട്ട് ഓടിക്കാനെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അവന് ചെറുതായിട്ടെങ്കിലും ഓടിക്കാൻ അറിയാം. എൻ്റെ പൊന്നേടാ നോക്കി ഓട്ടിട്ട്. ഇതാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാനോ ആവുന്നില്ലടാ. ഞാൻ വിചാരിച്ചത് പ്ലെയിനെ കണക്കാവുന്നു. അവനാണെങ്കിൽ പ്ലെയിനെ കണക്കാണെന്ന് വിചാരിച്ചാണ് അവൻ ബൈക്ക് ഓടിക്കുന്നത്. അവനൊരു പൊട്ടനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ പോട്ട് ഗൈസ്. പെട്ടെന്ന് പോടാ അങ്ങോട്ട്. ഞാൻ ഓട്ടിക്കോടോ. നമ്മുടെ ഷിൻചാൻ വന്ന് കാണുമെന്നാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് ഗൈസ്. ഷിൻചാൻ വന്ന് കാണും ഗൈസ്. എന്തായാലും നമ്മുടെ ഷിൻചാനും കേരളം അവിടെ കാത്തിരിക്കുകയായിരിക്കും. എന്തായാലും ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിലോട്ട് നമ്മളല്ല പോകുന്നത്. നമ്മളെ ജോണും കേരളം നേരെ ഗൈസ് നമ്മളെ വീട്ടിൽ അങ്ങോട്ട് കത്തിച്ച് പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളാണെങ്കിൽ ഇവനെ ഇറക്കി വിട്ടിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ ഗൈസ് അവനെ ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നെ ബൈക്ക് കൺട്രോൾ ആവുന്നില്ല ഗൈസ്. പറയും പോലെ ബൈക്കിന് പ്രേതബാധ കയറിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഗൈസ്. എൻ്റെ അമ്മ മോനെ ബൈക്കിനാണെങ്കിൽ ഒട്ടും കൺട്രോൾ കയറുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ മോനെ ഇതിൻ്റെ ബ്രേക്കൊക്കെ എവിടെ പോയെന്ന് പോലും എനിക്കറിഞ്ഞില്ല. ബ്രേക്ക് പിടിക്കുമ്പോൾ ആക്സിലേറ്റർ ആവുന്നു. ആക്സിലേറ്റർ പിടിക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എൻ്റെ പൊന്നു മോനെ ബൈക്കിനവിടെ പ്രാന്താടെ കയറി. എന്തായാലും ഇപ്പോൾ റെഡിയായി ഗൈസ്. ഗൈസ് ഞാൻ എങ്ങനെയല്ലോ ഇപ്പോൾ കൺട്രോൾ കൊണ്ടുപോവുകയാണ് ഗൈസ്. നമ്മളാണെങ്കിൽ ബൈക്കിൽ നിന്ന് തന്നെ ചാടിപ്പോകുന്നു ഗൈസ്. കണ്ടോ ഗൈസ് നമ്മൾ തന്നെ പുറകിലോട്ടോ. എൻ്റെ മോനെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇടിച്ചാനാ. അപ്പോൾ ഗൈസ് എൻ്റെ മോന് ഞാനാണെങ്കിൽ ഇപ്പോൾ ബൈക്കിൽ തന്നെ ഇറങ്ങി പോകുന്നു ഗൈസ്. എങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിങ്ങളുടെ എത്തിയിട്ടുണ്ട്. ഷിൻചാൻ വന്നു ഗൈസ്. ഷിൻചാൻ വന്നിട്ടുണ്ട്. ഷിൻചാൻ്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വെളിയിൽ കിടപ്പുണ്ട്. ഷിൻചാൻ വന്നു ഗൈസ്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ചെറിയ മരക്കോളും കാര്യങ്ങളൊക്കെ ആകാശത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് വൈകിട്ട് ആയതുകൊണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അകത്തും കാര്യങ്ങൾ കയറട്ട് ഗൈസ്. അപ്പോൾ ഷിൻചാൻ്റെ ആരാണ് എൻ്റെ അടുത്ത് വല്ലതൊക്കെ ചോദിക്കും ഗൈസ്. ഫ്രാങ്കളണ്ണ എവിടെ പോയിരുന്നു ഫ്രാങ്കളണ്ണൻ? പിന്നെടാ ഞാൻ ജോണുമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബീച്ച് വരെ ഒന്ന് പോയടാ. ഫ്രാങ്കളണ്ണ ഇപ്പൊ ഞങ്ങളെയൊന്നും വേണ്ടില്ലേ? ജോണണ്ണനുമായിട്ടല്ലേ ഇപ്പൊ കറക്കം. ഷിൻചാനെ പിന്നെ നീ എന്നെ വിളിച്ചാൽ പിന്നെ നീ വരത്തില്ല. പിന്നെ എങ്ങനെ ഞാൻ കൊണ്ടുപോകുന്ന? അതും പറഞ്ഞ അവൻ പിണങ്ങി ഒരാൾ പോയിട്ടുണ്ട് കേസ്. ഷിൻചാനാണെങ്കിൽ ഇത് കഴിഞ്ഞ ശേഷം ഇതൊന്നും കാണുന്നില്ല ഷിൻചാൻ അവിടെ ഉണ്ടോ പോയി നോക്കട്ടെ കേസ്. ഷിൻചാൻ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേസ്. അവൻ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും ഗൈസ് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഉറങ്ങി എണീറ്റിട്ട് കാണാം ഗൈസ്. ഓഹോ ഇന്നൊരു വീടും കിട്ടിയില്ല. നശിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഈ വീട് തന്നെ ചെയ്യാം. എന്റെ പൊന്നോ ഇവിടെ ഒരു ബൈക്കും കാണാൻ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ആഗ്രഹിച്ച ബൈക്ക്. ഇതിനകത്ത് ഞാൻ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കുളത്തിലായത്. അപ്പോൾ ഈ ബൈക്ക് ഇവിടെ വേണ്ട. ഞാനിത് വെള്ളത്തിലിട്ട് ഇത് നശിപ്പിക്കും. കാറ് വീടാന്ന് പറഞ്ഞുടല്ലോ. ഇവിടെ കാറിന്റെ ഫ്രണ്ടിൽ എന്താണ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഫ്രാങ്കളിന്റെ വീടെന്നാണല്ലോ. അവിടെ കിടന്നാരണ്ട് ഉറങ്ങുന്നുണ്ടല്ലോ. ഈ വീട് ഞാൻ നശിപ്പിക്കും.
ഇവിടെ പറഞ്ഞൂടെ ഞാനൊരു മന്ത്രവാദനാണ്. മന്ത്രവാദിയല്ല, ഞാനൊരു മന്ത്രവാദനാണ്. എന്റെ മോൺസ്റ്റർ ബൈക്കെല്ലാം ഇവിടെ കൊണ്ടുവരുന്ന എന്നാൽ ഇവിടെ ഉള്ള എല്ലാരും പേടിക്കണോ? അയ്യോ ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോയല്ലോ, ഇതിനെങ്ങനെ ഇറങ്ങും? അയ്യോ ഞാൻ ഇതിനകത്ത് കുടുങ്ങിപ്പോയോ? രക്ഷപ്പെട്ടു. ഹൈപ്പ് ഇട്ടപ്പോ തന്നെ ഇങ്ങനെ കുടുങ്ങിപ്പോയോ? അങ്ങനെ കുഴപ്പമൊന്നും ഈ ബൈക്ക് നിന്ന് പോയി. ഈ ബൈക്ക് എന്നെ കാട്ടി വലിയ പ്രേതമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ. ആ ബൈക്ക് ഇങ്ങോട്ട് പോടാ. എന്റെ മോനെ, എന്റെ മന്ത്രം ഇവിടെ നടക്കുന്നില്ലല്ലോ. ഇവിടെ എന്താണൊക്കെ കാണിക്കുന്നുണ്ട്? ഇവിടെ എന്താണ് സൂചന? എന്റെ പൊന്നോ, ഇവിടെ മറ്റേ ഷിൻജാനെന്ന് പറഞ്ഞ ചെറുകനാണ്ടുണ്ട് കേട്ടോ. അയ്യോ ഇനി എന്താ ചെയ്യില്ല, കൊച്ചു ചേർക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ എന്റെ മോൺസ്റ്റർ ബൈക്ക് തന്നെ ശരണം. ഞാനിങ്ങനെ എന്റെ മോൺസ്റ്റർ ബൈക്കല്ല ഇവിടെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ എല്ലാരെയും ഉണർത്തണം. ലേറ്റ് അടിച്ച് ലേറ്റ് കത്തിയും അങ്ങനെ ആക്കുമ്പോൾ എല്ലാരും പേടിക്കും. വേടാ ഫ്രാങ്കിളിനേടാ, ഇറങ്ങി വാടാ ഫ്രാങ്കിളിനെ, ഫ്രാങ്കിളിനെ. ഞാനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേസ്. ഇതെന്താണ് കേസ്? ഇത് നമ്മളെ കാറല്ലേ കേസ്? ഈ ബൈക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കേസ് അവിടെ ആണെങ്കിൽ ഏതാണ് മോൺസ്റ്റർ ബൈക്കെങ്ങാളും ഇരിപ്പുണ്ട് കേട്ടോ കേസ്. എനിക്ക് നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. എന്തായാലും കേസ് നമ്മൾ പേടിക്കുന്നതൊന്നും ഇല്ല കേസ്. നമ്മളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കാരണം പോയി അവിടെ നിന്നൊരു ഗണ്ണും കാരണം എടുത്തുകൊണ്ട് വരും. ഈ മോൺസ്റ്റർ ബൈക്ക് ഉണ്ടെങ്കിൽ മോൺസ്റ്റർ ബൈക്ക് വരുന്ന വീടുകളെല്ലാം കത്തുമെന്നാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി ഒരു ഗണ്ണും കാരണം എടുത്തുകൊണ്ട് വരാം കേസ്. ഞാനാണെങ്കിൽ ഷിൻജാനെ വിളിക്കാൻ മറന്നുപോയി കേസ്. കുഴപ്പമില്ല കേസ്, നമ്മൾ അപ്പുറത്തോട്ടല്ലേ കേസ് പോകുന്നത്. മോൺസ്റ്റർ ബൈക്ക് വരുന്നെങ്കിൽ അവിടെ സ്കെൽട്ടന് വരുമെന്നാണ് അതിൻ്റെ ഒരു സൂചന. അപ്പോൾ സ്കെൽട്ടനും വന്ന് കാണും കേസ്. അപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പേടിയാവുന്നുണ്ട്. ഈ ബൈക്കാണ്ടെയാണ് കുഴപ്പം. നമ്മൾ ബൈക്ക് വെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് കുഴപ്പം. അപ്പം അതൊരു ഗോസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സാറേ ഇവിടുന്ന് ഒരു മിസൈൽ വരുമോ സാറേ? എടാ മിസേല, എന്തുവാടാ നീ പറയുന്നത്? എനിക്ക് വല്ല ഉറക്കപ്പിച്ചയായിരിക്കും. പോടാ വീട്ടിൽ. സാറേ എൻ്റെ വീട്ടിലൊരു ഗോസ്റ്റും കാര്യങ്ങളും വന്നു സാറേ. ഇയാൾ പറഞ്ഞൊന്നും വിശ്വസിക്കുന്നില്ല ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് പോയി മിസൈൽ കണ്ണം ഒരാളെ എടുത്തുകൊണ്ട് വരാൻ ഗൈസ്. ഇയാളെ വിശ്വസിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പോയി മിസൈൽ കണ്ണം കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് സാറ് കാണാൻ ഇത് ബാഗിലും കാര്യങ്ങളും ഇടട്ട് ഗൈസ്. എൻ്റെ മോനെ ഞാനിങ്ങനെ എൻ്റെ പൊന്നോ ഇവിടുന്ന് ഓടട്ട്. എന്തായാലും ഇത് ബാഗിലും കാണാൻ കയറ്റിട്ട് കേസ്. അങ്ങനെ ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ നൈസിനടുത്തിട്ടുണ്ട്. സാറും കാണാൻ വിളിക്കുന്നുണ്ട് കേസ്. ഞാനൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ നേരെ കേസ് നമ്മൾ വണ്ടി എടുക്കുന്നു. നേരെ കേസ് നമ്മളെ മാൻഷനിലോട്ട് കയറാൻ പോകുന്നു കേസ്. അതിനെല്ലാം കളയുന്നു. എന്നിട്ട് കേസ് ഇവിടെ വന്ന് നമ്മൾ സിലിണ്ടർ ആവുന്നു. നാളെ കേസ് ജാമ്യത്തിലിറങ്ങുന്നു. അത്രേ ഉള്ളു കേസ്. ഓടിക്കോ വണ്ടി ഇടറ പൂടി കേസ്. അങ്ങനെയെല്ലാം ഇവിടുന്ന് എസ്കേപ്പ് ആവണോ? എൻ്റെ പൊന്നോ, സാറ് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ കാലൊക്കെ മടങ്ങി കിടക്കുന്നു കേസ്. നമ്മൾ നേരെ കേസ് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങനെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നൈസിന് കയറാം. എൻ്റെ പൊന്നു മോനെ, ഇതെന്താണ് മോൺസ്റ്റർ ബൈക്കുകളാ? ഇതിങ്ങനെ ഇവിടെ വന്ന എൻ്റെ മോനെ മോൺസ്റ്റർ ബൈക്ക് നമുക്ക് ഇങ്ങോട്ട് അടുക്കെത്തിയിടാം. എന്താ മോനെ, എന്തായാലും കയറാൻ ഞാൻ ഭാഗ്യമായി പോയി. അല്ലെങ്കിൽ നമ്മളെ കാർ പൊട്ടിയേനെ. നമുക്ക് മിസൈൽ ഗണ്ണെടുത്ത് ഓരോത്തിനെയും വെടിവെക്കാം ഗൈസ്. നമ്മൾ വെടിവെക്കുന്നവർ തീ കൂടുന്നതേ ഉള്ളൂ ഗൈസ്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് പൊട്ടിപ്പോത്തില്ല. എന്തായാലും ഗൈസ് ഞാൻ ഫയർഫോഴ്സിനെ എല്ലാവരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഇതെല്ലാം അകറ്റിയിട്ട് കാണാൻ ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഗൈസ് ഞാൻ അങ്ങനെ ഫയർഫോഴ്സിനെ എല്ലാം വിളിച്ചു ഗൈസ്. അങ്ങനെ വലിയ ക്രെയിനും കാര്യങ്ങളൊക്കെ വന്നു ഗൈസ്. അങ്ങനെ അതിനെല്ലാം ഒഴിപ്പിച്ചിട്ടുണ്ട്. മോൺസ്റ്റർ ബൈക്കിനെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീഡിയോകളെല്ലാം വൃത്തിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.